ഹായ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം കുറച്ച് മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ സ്വന്തം മക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനമ്മമാർ എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ഇനിയെങ്കിലും നമ്മൾ മക്കളെ ഉപദേശിക്കുന്നത് ഒന്ന് നിർത്തണം. എന്ന് പറഞ്ഞാൽ മക്കളോട് ഒന്നും പറയരുത് എന്നല്ല കേട്ടോ. അവർ തെറ്റ് ചെയ്താൽ പറയണം. പക്ഷേ അവർക്ക് അപകടം വരാൻ പോകുന്ന കാര്യമാണെങ്കിലും തീർച്ചയായും പറയണം. അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് അനുഭവമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം. പക്ഷേ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും കുറ്റം പറയുക, എപ്പോഴും ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറയുക, അവരുടെ ഓരോ കാര്യത്തിലും ഇടപെടുക, ഇത് നമ്മൾ ഒന്ന് കുറയ്ക്കണം. കാരണം ആദ്യം നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. നമ്മളെ ആരെങ്കിലും എപ്പോഴും ഉപദേശിക്കുന്നത് നമുക്കിഷ്ടമാണോ? നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഒരാൾ നമ്മുടെ പുറകെ നടക്കുക എന്ന് ചിന്തിച്ച് നോക്കൂ. ഇത് ചെയ്യണം, അത് ചെയ്യരുത്, നീ ഇങ്ങനെ ചെയ്യണം, നീ അങ്ങനെ ചെയ്യരുത്, നിനക്കൊന്നും അറിയില്ല, ഞാൻ പറയുന്നത് കേൾക്ക്. ഇങ്ങനെ ഒരാൾ നമ്മുടെ പുറകെ ദിവസം മുഴുവൻ നടന്നാൽ നമുക്ക് എത്ര ദേഷ്യം വരും. എന്നെ ഒന്ന് വെറുതെ വിടൂ എന്ന് നമ്മൾ പറയില്ലേ? ഇനി നമ്മുടെ ഭാര്യയോ ഭർത്താവോ നമ്മളോട് ഓരോ കാര്യവും കൽപ്പിച്ചു കൊണ്ടിരുന്നാൽ, ഇവിടെ പോകരുത്, അവിടെ പോകരുത്, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഞാൻ പറയുന്ന പോലെ മാത്രമേ നീ ചെയ്യാവൂ, ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ മക്കൾക്കും അതേ മനസ്സാണ്. അവർക്കും വികാരങ്ങളുണ്ട്, അവർക്കും സ്വന്തം അഭിപ്രായങ്ങളുണ്ട്, അവർക്കും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ മുതിർന്നവരാണെന്ന് കരുതി അവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് മുഴുവൻ നമുക്ക് അറിയാമെന്ന് കരുതരുത്. നമ്മൾ അവരേക്കാൾ കൂടുതൽ കാലം ജീവിച്ചിട്ടുണ്ടാകാം, നമുക്ക് അനുഭവം കൂടുതലായിരിക്കാം. പക്ഷേ അവരുടെ കാലം നമ്മൾ വളർന്ന കാലമല്ല. അവരുടെ ലോകം വേറെയാണ്. അവർ പഠിക്കുന്ന കാര്യങ്ങൾ വേറെയാണ്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വേറെയാണ്. അവരുടെ കൂട്ടുകാർ വേറെയാണ്. അവരുടെ സ്വപ്നങ്ങൾ പോലും നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവരുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയല്ല, അവരുടെ കൂടെ നടക്കുകയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാൻ, നമ്മുടെ മകൻ പഠിക്കാൻ ഇരിക്കുന്നു. പഠിക്ക് എത്ര നേരമായി ഞാൻ പറയുന്നത്, ഫോൺ മാറ്റി വെക്ക്, നീ ഇങ്ങനെ പോയാൽ എന്താവും, അവൻ്റെ മകൻ ഇത്രയും പഠിക്കുന്നു, അവൾക്ക് ഇത്ര മാർക്ക് കിട്ടി, ഇങ്ങനെ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നാൽ പഠനത്തോട് തന്നെ കുട്ടിക്ക് വെറുപ്പ് തോന്നാൻ തുടങ്ങും. പക്ഷേ നമ്മൾ ഒരിക്കൽ ശാന്തമായി പറഞ്ഞാൽ മതി, മോനെ നിനക്ക് എന്താകണമെങ്കിലും ആകാം, പക്ഷേ അതിനുവേണ്ടി നീ കുറച്ച് പരിശ്രമിക്കണം, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇത് കേൾക്കുന്ന കുട്ടിക്ക് എന്താണ് തോന്നുക? എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ശത്രുക്കളല്ല, അവർ എന്നെ കൂടെയുണ്ട്. ആ ഒരു തോന്നൽ വളരെ വലുതാണ്. ഇനി മറ്റൊരു കാര്യം, മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് നമ്മളിൽ നിന്ന് കുറച്ച് അകലം വേണമെന്നത്. ചെറുപ്പത്തിൽ അവർ നമ്മുടെ കൈപിടിച്ച് നടക്കും, നമ്മൾ പറയുന്നതെല്ലാം കേൾക്കും, നമ്മൾ കൊടുക്കുന്നതെല്ലാം കഴിക്കും. പക്ഷേ അവർ വളരുമ്പോൾ അവർക്ക് അവരുടെ സ്വന്തം സുഹൃത്തുക്കൾ വരും, അവരുടെ സ്വന്തം ലോകം വരും, അവരുടെ സ്വന്തം തീരുമാനങ്ങൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പിടിച്ചു വലിച്ച് നമ്മുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. പകരം നമ്മുടെ വീട് അവരുടെ സുരക്ഷിതമായ ഇടമായി മാറ്റണം. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഓർമ്മ വരേണ്ടത്, എനിക്ക് അമ്മയോട് പറയാം, എനിക്ക് അച്ഛനോട് പറയാം എന്നായിരിക്കണം. അതാണ് ഏറ്റവും വലിയ വിജയം. കാരണം മക്കൾക്ക് തെറ്റുപറ്റില്ല എന്നല്ല, തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. പക്ഷേ തെറ്റ് പറ്റിയപ്പോൾ അവർ നമ്മളോട് പറയാൻ പേടിക്കാതിരിക്കണം. അതാണ് പ്രധാനം. കാരണം നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, നീ പറഞ്ഞത് കേട്ടില്ലല്ലോ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിനക്ക് ബുദ്ധിയില്ല, നീ എപ്പോഴും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ദിവസം കുട്ടി തൻ്റെ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത് നിർത്തും. അവൻ പുറത്തുള്ള ആരോടെങ്കിലും സംസാരിക്കും. അവൾ പുറത്തുള്ള ആരുടെയെങ്കിലും ഉപദേശം തേടും. അപ്പോൾ നല്ല കൂട്ടുകാർ കിട്ടിയാൽ ഭാഗ്യം. പക്ഷേ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടാൽ നമ്മൾ പേടിച്ചിരുന്ന കാര്യം തന്നെയല്ലേ സംഭവിക്കുന്നത്. മക്കളെ തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷിക്കാനാണ് നമ്മൾ അവരെ നിരന്തരം ഉപദേശിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ആ അമിതമായ ഉപദേശവും കുറ്റപ്പെടുത്തലും തന്നെയാണ് അവരെ നമ്മളിൽ നിന്ന് അകറ്റുന്നത്. അവർക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ അവർ മറ്റെവിടെയെങ്കിലും ആശ്വാസം തേടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് മക്കളെ കൈവിടണം എന്നല്ല, മക്കളെ പിടിച്ചു കെട്ടരുത് എന്നാണ്. കൈ പിടിക്കണം, പക്ഷേ കഴുത്തിൽ പിടിക്കരുത്. അവരെ നയിക്കണം, പക്ഷേ അവരുടെ ഓരോ ചുവടും നമ്മൾ തന്നെ തീരുമാനിക്കരുത്. അവരെ സ്നേഹിക്കണം, പക്ഷേ സ്നേഹത്തിൻ്റെ പേരിൽ അവരുടെ സ്വാതന്ത്ര്യം മുഴുവൻ എടുത്തു കളയരുത്.
നമ്മൾ മക്കളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് കേൾക്കാനുള്ള സമയം അവർക്കും കൊടുക്കണം, അവർക്ക് മറുപടി പറയാനുള്ള അവസരവും കൊടുക്കണം. നമ്മൾ മാത്രം സംസാരിക്കുന്ന സംഭാഷണമല്ല, അവർ പറയുന്നതും നമ്മൾ കേൾക്കണം. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കണം എന്നതുപോലെ തന്നെ മക്കൾ പറയുന്നത് കേൾക്കുകയും വേണം. കുട്ടിക്ക് താൻ കേൾക്കപ്പെടുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്നത് ബന്ധത്തിന് വളരെ പ്രധാനമാണ്. ഇനി ഒരു ചെറിയ പരീക്ഷണം ചെയ്യും. ഇന്നു മുതൽ ഒരാഴ്ച നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചു നോക്കൂ. ഉപദേശം കുറയ്ക്കൂ, കുറ്റപ്പെടുത്തൽ കുറയ്ക്കൂ, താരതമ്യം ചെയ്യുന്നത് നിർത്തൂ. പകരം ഒരു കാര്യം ചെയ്യൂ. അവരോട് ചോദിക്കൂ, മോനെ ഇന്ന് എങ്ങനെയായിരുന്നു ദിവസം? മോളെ എന്തെങ്കിലും വിഷമമുണ്ടോ? നിനക്ക് എന്താണ് തോന്നുന്നത്? അവർ പറയുമ്പോൾ ഇടയ്ക്ക് കയറി ഉപദേശം കൊടുക്കാതെ ഒന്ന് കേട്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഇത്രയും കാലം മക്കളെ വളർത്തുകയായിരുന്നു എന്ന് കരുതിയപ്പോൾ മക്കളെ മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടില്ലായിരുന്നു. മക്കൾക്ക് നമ്മളിൽ നിന്ന് വേണ്ടത് എപ്പോഴും പണമല്ല, എപ്പോഴും വില കൂടിയ സാധനങ്ങളല്ല, എപ്പോഴും വലിയ സൗകര്യങ്ങളല്ല. പലപ്പോഴും അവർക്ക് വേണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ്. എന്നെ മനസ്സിലാക്കാൻ എൻ്റെ അമ്മയും അച്ഛനും ഉണ്ടല്ലോ എന്നൊരു വിശ്വാസം. അതുകൊണ്ട് മക്കളെ നല്ല മനുഷ്യരാക്കാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷേ അതിനായി അവരുടെ മനസ്സ് തകർക്കരുത്. നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മകൻ്റെയോ മകളുടെയോ ചിറകുകൾ മുറിച്ചിട്ട് പിന്നെ അവൾ പറക്കാത്തത് എന്താണെന്ന് ചോദിക്കരുത്. അവർ വളരും, അവർ അവരുടെ ജീവിതത്തിലേക്ക് പോകും. ഒരു ദിവസം അവർ വിവാഹം കഴിക്കും, ഒരു ദിവസം അവർ സ്വന്തം വീട്ടിലേക്ക് പോകും. അവർക്കും അവരുടെ കുടുംബമുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അവരോട് പറയാനുള്ളത് എന്തായിരിക്കും? ഞാൻ പറഞ്ഞതല്ലേ, നീ എൻ്റെ വാക്ക് കേട്ടില്ല എന്നല്ല, പകരം നീ എവിടെയായാലും സന്തോഷമായി ജീവിക്കണം, എന്ത് പ്രശ്നം വന്നാലും അമ്മയോടും അച്ഛനോടും പറയാം എന്ന് പറയാൻ കഴിയണം. അതാണ് മാതാപിതാക്കളുടെ യഥാർത്ഥ വിജയം. മക്കൾ നമ്മളെ പേടിച്ച് അനുസരിക്കുന്നതല്ല വിജയം. മക്കൾ നമ്മളെ സ്നേഹിച്ച് വിശ്വസിച്ച് അവരുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ നമ്മളോട് തുറന്നു പറയുന്നതാണ് വിജയം. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, മക്കളെ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കണം, പക്ഷേ ഓരോ നിമിഷവും ഉപദേശിക്കരുത്. അവർ തെറ്റ് ചെയ്താൽ തിരുത്തണം, പക്ഷേ അവരെ തന്നെ തെറ്റായ ആളുകളെയും മുദ്ര കുത്തരുത്. അവരുടെ പെരുമാറ്റം തെറ്റാണെങ്കിൽ പറയൂ, നീ മോശം കുട്ടിയാണ് എന്ന് പറയരുത്. കാരണം തെറ്റായിരിക്കുന്നത് അവരുടെ ഒരു പ്രവൃത്തിയായിരിക്കാം, അവരുടെ മുഴുവൻ വ്യക്തിത്വമല്ല. അവരോട് പറയൂ, നീ ചെയ്ത ഒരു കാര്യം ശരിയായില്ല, പക്ഷേ അതിൻ്റെ അവസാനം നീ എന്തായാലും നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ അവർ വീണ്ടും വരും, വീണ്ടും സംസാരിക്കും, വീണ്ടും നമ്മളോട് ചോദിക്കും, വീണ്ടും നമ്മുടെ കൈ പിടിക്കും. അവസാനം ഒരു കാര്യം മാത്രം പറയാം, മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ ശ്രമിക്കേണ്ട, നമ്മുടെ സ്നേഹം അവരുടെ മനസ്സിൽ നിർത്താൻ ശ്രമിക്കൂ. കാരണം ഒരു ദിവസം അവർ നമ്മളെ വിട്ട് അവരുടെ ജീവിതത്തിലേക്ക് പോകും. പക്ഷേ നമ്മൾ അവരോട് എങ്ങനെ പെരുമാറിയെന്ന ഓർമ്മ മാത്രം അവരുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. അവർ പറയട്ടെ, എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എൻ്റെ അച്ഛൻ എന്നെ വിശ്വസിച്ചിരുന്നു, എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഇതിലും വലിയൊരു സമ്മാനം ഒരു മാതാപിതാവിന് ഈ ലോകത്ത് വേറെ ഉണ്ടോ? അതുകൊണ്ട് മക്കളെ ഉപദേശിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് കേൾക്കാം, മക്കളെ തിരുത്തുന്നതിന് മുമ്പ് അവരെ ഒന്ന് മനസ്സിലാക്കാം, മക്കളെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് വിശ്വസിക്കാം. അവരുടെ ചിറകുകൾ മുറിക്കാതെ അവർക്ക് പറക്കാൻ പഠിപ്പിക്കാം. പറന്നു പോയാലും തിരിച്ചു വരാൻ തോന്നുന്ന ഒരു വീടായി നമ്മുടെ വീടിനെ മാറ്റാം. അതാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഇതുപോലെയുള്ള ഫാമിലിക്കോ ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന ഫ്രണ്ട്സിനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.